നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ ഈ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസാണ്. നിങ്ങൾക്ക് കാണാം എൻ്റെ ഈ അക്കൗണ്ടിൽ 24,700 സബ്സ്ക്രൈബറുണ്ട്. പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ആഡ്സ് കാണാൻ സാധിക്കില്ല. കാരണം ഈ വീഡിയോയുടെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന് കാരണം മോണിറ്റൈസേഷൻ നഷ്ടപ്പെടാനുള്ള കാരണം റീയൂസ്ഡ് കണ്ടൻറ്റ് ഉപയോഗിച്ചതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഒരുപാട് വീഡിയോസ് ഡിലീറ്റ് ചെയ്യുന്നതായിട്ടുള്ളത് താഴെ കാണിക്കുന്നുണ്ട്. ഇത് നിങ്ങളെ കാണിക്കാൻ കാരണം നിങ്ങൾ ദയവ് ചെയ്ത് മറ്റുള്ളവരുടെ വീഡിയോസ് ഇടുന്ന സമയത്ത് ഒരു 100 വട്ടം ചിന്തിച്ചതിൽ നിന്ന് മാത്രം ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് ലൈക്സ് കിട്ടും, അല്ലെങ്കിൽ സബ്സ്ക്രൈബർ കിട്ടും. ആ സബ്സ്ക്രൈബർ നിലനിൽക്കും എന്നത് ശരിയാണ്. പക്ഷേ 500 വീഡിയോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും അതിൽ നിന്നും നമ്മൾ മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് അയക്കുന്നത്. ഈ അയക്കുന്ന സമയത്ത് ഒരു പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ യൂട്യൂബ് അത് ആക്സെപ്റ്റ് ചെയ്യും, നമ്മുടെ ഏർണിങ്സ് സ്റ്റാർട്ടാവുകയും ചെയ്യും, നമ്മുടെ ഐഡിയയിൽ ആഡ്സ് വരൽ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. പക്ഷേ പിന്നീട് നമുക്ക് ഇൻകം വന്ന് തുടങ്ങി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും നമുക്ക് യൂട്യൂബിൽ നിങ്ങളുടെ ID അല്ലെങ്കിൽ നിങ്ങൾ മോണിറ്റൈസേഷൻ സസ്പെൻഡ് ചെയ്തിരിക്കും എന്നുള്ള ഒരു മെയിലായിരിക്കും. അത് നിങ്ങൾക്ക് 7 ദിവസം മുമ്പെല്ലാം യൂട്യൂബ് അത് ഡയറക്റ്റ് ചെയ്യാറായിരുന്നു. ഇപ്പോൾ 7 ദിവസം സമയം തരും. ഈ 7 ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് അപ്പീൽ പോവാം. നമ്മൾ ചെയ്തിരിക്കുന്ന വീഡിയോ നമ്മുടെ കണ്ടൻറ്റ് തന്നെയാണ് എന്ന രൂപത്തിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് അപ്പീൽ പോകാവുന്നതാണ്. പക്ഷേ അപ്പീൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഈ അക്കൗണ്ടിൽ നമ്മൾ നമ്മുടെ വീഡിയോസും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ വീഡിയോസ് നമ്മൾ പല സ്ക്രീൻഷോട്ടുകളും പല ചെറിയ ചെറിയ വോയിസ് ക്ലിപ്പുകളും ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ റീയൂസ്ഡ് കണ്ടൻറ്റ് പ്രോബ്ലം വന്നാൽ നമുക്ക് എവിടെയാണ് ഏത് വീഡിയോക്കാണ് നമുക്ക് ഈ പ്രോബ്ലം വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾക്ക് വന്നിട്ടുള്ള പ്രോബ്ലം എവിടെ നിന്നാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാതിരിക്കുമ്പോഴുള്ള പ്രശ്നം എന്തെന്ന് വെച്ചാൽ നമ്മളിതിൽ എത്ര വീഡിയോസ് ഇട്ടിട്ടുണ്ടോ അത്രയും വീഡിയോസ് നമ്മൾ ഡിലീറ്റ് ചെയ്യാണ്ടായിട്ട് വരുന്നതാണ്. അപ്പോൾ അത്രയും വീഡിയോസ് നമ്മൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ 7 ദിവസത്തിനുള്ളിൽ നമുക്കറിയില്ല നമ്മൾ ഏതൊക്കെ വീഡിയോസ് ഡിലീറ്റ് ചെയ്യണം എന്നുള്ളത്. ആ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ നമ്മുടെ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ വീഡിയോ നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. കാരണം നമുക്കറിയില്ല ഇത് ഏതൊക്കെയാണ് ഇതിൽ റീയൂസ്ഡ് കണ്ടൻറ്റ് വന്നിട്ടുള്ളതെന്ന്. ഒരു പക്ഷേ നമ്മൾ ചെയ്ത വീഡിയോ നമ്മൾ അതേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഏതൊരു ക്ലിപ്പ് റീയൂസ്ഡ് കണ്ടൻറ്റായിട്ട് മാറിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഒരു തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ, എന്നെപ്പോലെ തുടക്കക്കാരനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് മറ്റുള്ളവരുടെ വീഡിയോസ് ഇടാതിരിക്കലാണ് ബെറ്റർ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസിൽ, എൻ്റെ ഈ ചാനലിൽ ഒരുപാട് വീഡിയോസ് ക്ലിപ്പ്, അതായത് ഒരുപാട് വീഡിയോസ് വൈറലായിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരുപാട് വ്യൂവേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പറ്റിയ സംഭവം എന്ന് വെച്ചാൽ ഞാൻ കോമഡി കണ്ടൻറ്റായിട്ടുള്ള കാര്യങ്ങൾ കോമഡി കണ്ടൻറ്റ് വൈറലാകാൻ തുടങ്ങി. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണോ, ഒരു കുക്കിംഗ് ചാനലാണോ, അല്ലെങ്കിൽ ഇതുപോലെ യൂട്യൂബിൻ്റെ ടിപ്സ് പറയാനായിട്ടാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ വീഡിയോസ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യൂവേഴ്സ് അതുവഴി നിങ്ങൾക്ക് കിട്ടും. പക്ഷേ അതല്ല, നിങ്ങൾ മറ്റുള്ള കണ്ടൻറ്റ് ഇട്ടിട്ട് നിങ്ങൾ പിന്നീട് അതെല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ പുതിയൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യാം എന്ന് ഉദ്ദേശിച്ചാൽ, അല്ലെങ്കിൽ പുതിയ ചാനൽ, നമ്മുടെ ഈ ചാനൽ തന്നെ പുതിയൊരു കണ്ടൻറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചാനൽ ഫുൾ ആ വീഡിയോ ഇടാം എന്ന് വിചാരിച്ചാൽ നമ്മൾ പുതിയൊരു ചാനൽ തുടങ്ങുന്ന അത്രയും ബുദ്ധിമുട്ട് നമുക്ക് ഈ ചാനലിൽ നമ്മൾ എഫർട്ട് എടുക്കേണ്ടി വരും. കാരണം നമ്മുടെ എത്ര സബ്സ്ക്രൈബർ ഉണ്ടെങ്കിലും നമ്മുടെ എല്ലാ സബ്സ്ക്രൈബറും നമ്മളുടെ വീഡിയോസ് കാണുന്നില്ല. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളൊരു പക്ഷേ 4 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും എൻ്റെ ഈ വീഡിയോ കാണുന്നത്, അല്ലെങ്കിൽ ഒരു 10 ദിവസം കഴിഞ്ഞിട്ടാണ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത്. ഈ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാവും വെറും 50 വ്യൂസോ 10 വ്യൂസോ 5 വ്യൂസോ ഉണ്ടാവുള്ളൂ. പക്ഷേ എൻ്റെ സബ്സ്ക്രൈബർ എത്രയുണ്ട്? 24,700 ഉണ്ട്. ഇവരൊക്കെ ഇത് കാണാതിരിക്കാനുള്ള കാരണം, അല്ലെങ്കിൽ ഇവരിലേക്ക് ഇത് പോകാതിരിക്കാൻ, യൂട്യൂബ് ഇവരിലേക്ക് ഈ വീഡിയോസിനെ കാണിക്കാതിരിക്കാനുള്ള കാരണം, അവർ സെർച്ച് ചെയ്യുന്ന കണ്ടൻറ്റ് ഇതല്ല. ഈ യൂട്യൂബിനെ കുറിച്ച് പറയുന്ന വീഡിയോ എല്ലാവരും സെർച്ച് ചെയ്യുന്നത്, അവർ കോമഡി പരമായിട്ടുള്ള കണ്ടൻറ്റ് കാണുന്നവരാണ്. നമ്മൾ ദിവസേന ഏത് കണ്ടൻറ്റാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത്, ആ കണ്ടൻറ്റാണല്ലോ നമുക്ക് ഡെയിലി നമ്മുടെ യൂട്യൂബിൽ വന്നുകൊണ്ടിരിക്കുക.
എന്നതുപോലെ മറ്റുള്ള യൂസേഴ്സിനും അവർ ഡെയിലി കാണുന്ന കണ്ടൻറ്റ് തന്നെയാണ് അവർക്ക് സജസ്റ്റഡ് ആയിട്ട് യൂട്യൂബ് നൽകുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ചാനൽ മാറിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ചാനലെല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും തുടക്കം മുതൽ പുതിയൊരു കണ്ടൻറ്റ് അല്ലെങ്കിൽ പുതിയൊരു വീഡിയോസ് ഇട്ടിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എന്നെപ്പോലെ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. കാരണം ഞാൻ വീണ്ടും എനിക്കൊരു മാസത്തെ ടൈം തന്നു. ഞാൻ അപ്പീൽ കൊടുത്തത് എൻ്റെത് റിജക്റ്റായി. വീണ്ടും 2 ദിവസത്തിന് ശേഷം എനിക്ക് അപ്പീൽ ചെയ്യാൻ പറ്റും. പക്ഷേ അതെനിക്ക് വിശ്വാസമില്ല. കാരണം എൻ്റെ കയ്യിൽ ഒരുപാട് റീൽസ് കണ്ടൻറ്റ് ഉണ്ടെന്നുള്ളത് എനിക്കും അറിയുന്നതാണ്. അപ്പോൾ എനിക്ക് അപ്പീലിന് പോയിട്ടും എനിക്കറിയാം എൻ്റെ അക്കൗണ്ടിൽ അത് ക്ലിയർ ആവില്ലെന്ന്. അപ്പോൾ ഞാൻ ഈ യൂട്യൂബിനെ കുറിച്ചുള്ള ടിപ്സിനെ കുറിച്ചുള്ള വീഡിയോസ് ഇടേണ്ടി തുടങ്ങേണ്ടി വരും. അപ്പോൾ വീണ്ടും ഞാൻ സീറോയിൽ നിന്നാണ് തുടങ്ങേണ്ടി വരുന്നത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് മുകളിലോട്ട് എത്തിയിട്ട് വീണ്ടും താഴെ വന്ന് വീണ്ടും അതുപോലെ തന്നെ സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് ആർക്കാണെങ്കിലും അതിനുള്ള താല്പര്യം കുറഞ്ഞു പോകാനുള്ള സാധ്യതയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടക്കം തന്നെ നിങ്ങൾക്ക് വ്യൂവേഴ്സ് കുറവാണ്, സബ്സ്ക്രൈബർ കുറവാണെങ്കിൽ പോലും നിങ്ങൾ ചെയ്യുന്ന കണ്ടൻറ്റ് മാത്രം അല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന കണ്ടൻറ്റ് മാത്രം കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ വീണ്ടും നിങ്ങൾ സീറോ മുതൽ തുടങ്ങേണ്ടി വരുന്ന അവസ്ഥയാണ്. ഞാൻ ഈ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെപ്പോലെ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഈ യൂട്യൂബിലിരുന്നിട്ട് വീഡിയോസ് എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ട് നാളെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നുള്ള ചിന്താഗതി വെച്ചാണ് ഞാൻ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഫോമായിട്ടുള്ള എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.